അതായത് നമ്മുടെ കേരളം ഒരിക്കലും ഒരു പ്രൈമറി സെക്ടറിന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസ്ഥാനമല്ല, സെക്കൻഡറിയും അല്ല ഇവിടെ. കാരണം ഇൻഡസ്ട്രിയൽ കാര്യങ്ങളും പിന്നെ മൂന്നാമതായിട്ട് വരുന്ന ഒരു സർവീസ് സെക്ടർ. അതിൽ തന്നെ ഏറ്റവും വലിയൊരു വിഭാഗം എന്ന് പറയുന്നത് ഈ NRIs ആണ്. അവരാണ് ശരിക്കും നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. കേരളത്തിന്റെ നെടുന്തൂൺ തന്നെ പ്രവാസികളാണ് എന്നുള്ളത് നമ്മൾ പല ഏരിയയിൽ നമ്മൾ കേട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഒരു റെമിറ്റൻസ്, GCCയിലെ റെമിറ്റൻസിനെ കൊണ്ടാണ് കേരളം ഭയങ്കര സ്ട്രോങ് ആയിട്ട്, ഈവൻ ബാക്കി രാജ്യങ്ങളൊക്കെ ബാക്കി ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ ബാധിക്കുന്നതെങ്കിലും കേരളത്തിന് അധികം അത് ബാധിക്കാത്തത് കേരളത്തിലെ ഒരു മേജർ ഫണ്ടിങ് സോഴ്സും റെമിറ്റൻസ് ആണ് എന്നുള്ളതിനെ കൊണ്ടാണ്. ഒരു 2 വർഷം മുമ്പ് വരെ ഏറ്റവും കൂടുതൽ പ്രവാസികളുടെ പണം എത്തിയൊരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളമാണ്. കേരളത്തിലെ ജീവിത നിലവാരം ഉയർന്ന, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ജീവിത നിലവാരം ഉയർന്നു നിൽക്കാനുള്ള ഒരു പ്രധാന കാരണവും നമ്മുടെ പ്രവാസികൾ തന്നെയാണ്.